ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ എരുസലേമിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നെഹമ്യാവിൻ്റെ സമയത്ത് എരുസലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുന്നു എന്നൊരവസ്ഥയിലായിരുന്നു. അതറിഞ്ഞിട്ട് നെഹമ്യാവ് ഈ വർത്തമാനം കേട്ടപ്പോഴിരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ നെഹമ്യാവും ദൈവമക്കളും കൂടി അവരുടെ വാതിലുകൾ പണിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം 4 വാതിലുകളെക്കുറിച്ച് പഠിച്ചു. അത് ശ്രേഷ്ഠന്മാർ അത് പണിതു എന്ന് നാം കണ്ടു. ഇന്ന് നമുക്ക് 5ാമത്തെ വാതിലിനെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കാം. അത് നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലാണ്. കുപ്പവാതിൽ ബേത് ഹലോരാം ദേശത്തിൻ്റെ പ്രഭുവായ രഹബയാബിൻ്റെ മകൻ മൽക്കിയാവ് അറ്റകുറ്റം തീർത്തു. അവൻ അത് പണിതു, അതിൻ്റെ കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. ഇവിടെ ഈ കുപ്പവാതിലിലെ എന്തിനുപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഡങ് ഗേറ്റ്, ചപ്പും ചവറും മാലിന്യങ്ങളും പുറത്തു കൊണ്ടുപോകുന്നത് ഈ വാതിൽ കൂടിയായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ അവരുടെ ചപ്പും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചവറ് മാലിന്യങ്ങൾ പുറത്തു കൊണ്ടുപോകുന്ന ഈ വാതിൽ കൂടിയായിരുന്നു. അപ്പോൾ ഈ വാതിൽ പൊളിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഇല്ലാത്തൊരവസ്ഥയിൽ കിടന്നാൽ എന്തു സംഭവിക്കും? ഇത് ഈ പട്ടണത്തിൻ്റെ അകത്ത് കിടന്ന് നാറി അവിടെ അവർക്ക് താമസിക്കാൻ സാവകാശമില്ലാത്തൊരവസ്ഥയിൽ ആയിത്തീരും. കാരണം ചവറും മാലിന്യങ്ങളും നമുക്കറിയാം. നമ്മുടെ ഒരു വീട്ടിൽ നമ്മുടെ മുറിക്കകത്ത് തന്നെ നമ്മൾ ചവറും മാലിന്യങ്ങളൊക്കെ സൂക്ഷിച്ച് നമ്മുടെ അടുക്കളയിൽ തന്നെയാണെങ്കിൽ നമുക്ക് പിന്നെ അടുക്കളയിൽ നിൽക്കുവാൻ പോലും സാധിക്കത്തില്ല. അതെല്ലാ ദിവസവും നമ്മൾ ചവറും അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് കൊണ്ടുവന്ന് അത് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗകരമായിട്ട്, അല്ലെങ്കിൽ ഒരു ഭവനം നമുക്ക് ഉപയോഗമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ ഭവനം തന്നെ ഉപയോഗശൂന്യമായിട്ട് തീരും. അതുകൊണ്ട് ഇവിടെ ഈ കുപ്പവാതിൽ പൊളിഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു നിർവാഹവും ഇല്ലാതിരുന്ന ഇത് മുഖാന്തരമായിട്ട് ചവറും മാലിന്യങ്ങളും ഈ പട്ടണത്തിൻ്റെ അകത്ത് അത് കുന്നുകൂടി അത് ജനങ്ങൾക്ക് താമസിക്കാൻ സാവകാശമില്ലാത്തൊരവസ്ഥയിലായിത്തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നെഹമ്യാവും അവരുടെ കൂട്ടരും കൂടി ഇവിടെ ഒരു പ്രഭുവാണ് അത് പണിയുന്നത്. ആ പ്രഭു അതിൻ്റെ ആ കുപ്പവാതിൽ പണിതു എന്ന് മാത്രമല്ല, അവൻ അത് പണിതു അതിൻ്റെ കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അപ്പോൾ ഭദ്രമാക്കി. കാരണം കുപ്പയായിട്ടുള്ള സാധനങ്ങൾ, ചവറായിട്ടുള്ള സാധനങ്ങൾ, ചപ്പായിട്ടുള്ളത്, മാലിന്യങ്ങൾ പുറത്തു കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ചു. നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്നു. നാം ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീർന്നു. നമ്മുടെ പഴയത് കഴിഞ്ഞു പോയി, ഇനി നാം പുതുതായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ ഇങ്ങനെ പുതുതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ പഴയ സ്വഭാവമുള്ളതുകൊണ്ട് ആ ചപ്പും ചവറും അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇതുണ്ട്. അത് എഫേസ്യ ലേഖനം 4:31 വാക്യത്തിൽ എന്തൊക്കെ ചപ്പും ചവറുമാണ് ഉള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ എല്ലാ കയ്പ്, കോപം, ക്രോധം, കൂറ്റാരം, ദൂഷണം, സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഇതെല്ലാം എന്താണ്? ചപ്പുകളാണ്, ചവറുകളാണ്. അതുപോലെ 5:3 വാക്യത്തിലുണ്ട്, ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, നിങ്ങളുടെ ഇടയിൽ പറക പോലും അരുത്. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. ഇതെല്ലാം ചപ്പും ചവറുമാണ്, മാലിന്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ മന്ദിരമാണ്.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയാണ്. ആ മന്ദിരത്തിൽ ഈ ചപ്പും ചവറും ഒക്കെ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭവനം നശിച്ചു പോകുവാനായിട്ട് ഇടയായിട്ട് തീരും. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനത്തിൽ ഒന്നും കൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൊലോസ്യർ 3:5 മുതലുള്ള വാക്യങ്ങളിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിക്കുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തൻ്റെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതേ, നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസം നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുകയാണ്. പഴയത് കഴിഞ്ഞു. എന്നാൽ ഈ പഴയതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ചവറ മാലിന്യങ്ങളുണ്ട്. ഇത് നമ്മൾ ദിവസം പ്രതി നിമിഷം തോറും ഇത് പുറത്താക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ ഇസ്രായേൽ മക്കളുടെ കുപ്പവാതിൽ അത് പൊളിഞ്ഞു കിടന്നത് മുഖാന്തരമായിട്ട് ചപ്പും ചവറും മാലിന്യങ്ങളും അത് പട്ടണത്തിൽ കുന്നുകൂടി അതിനു വേണ്ടി പ്രഭുക്കന്മാരെ കുപ്പവാതിൽ പണിതു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലും ഈ ചപ്പും ചവറും മാലിന്യങ്ങളും എത്ര എന്തോരം കൊണ്ട് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയും, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അത് ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഭയത്തോടുകൂടെ നമ്മുടെ കുപ്പവാതിൽ നമ്മൾ അത് പണിയേണ്ടത് ആവശ്യമാണ്. കുപ്പവാതിൽ പണിയുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതെല്ലാം നീക്കിക്കളയേണ്ടത് ആവശ്യമാണ്. നമുക്ക് 1 പത്രോസ് 2:1-2 വാക്യം വായിക്കാം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അതെ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. കളയണം. എങ്ങനെ നീക്കിക്കളയാനായിട്ട് സാധിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ കഴിയുള്ളൂ. നെഹമ്യാവ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഈ വാതിലുകൾ പണിതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ജീവിതത്തിലുള്ള മുറുകെ പറ്റിയിരിക്കുന്ന പാപങ്ങൾ നീക്കിക്കളഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് നാം ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് നാം വളർന്നാൽ നമ്മുടെ ഈ വാതിലുകൾ പണിതാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചപ്പും ചവറും മാലിന്യങ്ങളും നമ്മുടെ ഉള്ളിൽ വസിക്കുവാനായിട്ട് പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.